ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഡോവ് ടെയിൽ പ്ലാന്റ്. ഇത്രയും നാളും ഞാനിതിനെ ഡോവ് ടെയിൽ ഓർക്കിഡ് എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണത് മനസ്സിലാകുന്നത് ഇത് ഓർക്കിഡ് വിഭാഗമല്ല. നോക്കിക്കേ, ഈ ചില പ്രാവിൻ്റെ തൂവലിങ്ങനെ വിശറി പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? തൂവലല്ല, വാലിങ്ങനെ വിശറി പോലെ ഇരിക്കത്തില്ലേ? അപ്പോൾ അതുപോലാണ് ഈ ചെടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡോവ് ടെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, നോക്കി, നല്ല വിശറി പോലെയല്ലേ ഇരിക്കുന്നത് ഓരോ പ്ലാന്റും. ഇത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് 1 കിലോ പൂവുണ്ട്. ഇത് കുറച്ചുകൂടെ ഒക്കെ വലുതാകും. ഇപ്പോൾ ഇത് കൂടുതൽ മൊട്ടാണ്, പൂ വിടർന്ന് വരുന്നതേ ഉള്ളൂ. എനിക്കങ്ങ് വീഡിയോ എടുത്തോളാൻ വയ്യാത്ത ആവേശം കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. പൂവ് വിരിഞ്ഞ് തീരുന്നിടം വരെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്. നോക്കി, ഇത് ഒരു തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. കൂടുതലും തണലത്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു കളർ കണ്ടോ? ഇത് ഞാൻ ഒത്തിരി വെയിലത്താണ് വെച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് അത്രയ്ക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനത് വെയിലത്ത് വെച്ചിരുന്നത്. സത്യത്തിൽ ഇത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. തണലത്ത് വെച്ചാൽ ഇത് നല്ല ഗ്രീൻ കളർ, നല്ല തിളക്കമുള്ള ലീഫോട് കൂടിയാണ് ഇത് വളരുന്നത്. ഇത് കണ്ടോ, നല്ലതുപോലെ തൈകളൊക്കെ ഉണ്ട്. ഈ ചെടി പൂവിട്ട് കഴിഞ്ഞാൽ പതുക്കെ ഈ ചെടി അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പൂവിട്ട് കഴിഞ്ഞാൽ ഈ മെച്ചുറായ ചെടി അങ്ങ് നശിച്ചു പോകും. പക്ഷേ ആ സമയത്തേക്കും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ തൈകളുണ്ടായിരിക്കും. കണ്ടോ, ഈ ചെടിയിൽ എന്തുമാത്രം തൈകളുണ്ടെന്ന് നോക്കിക്കേ. ഇഷ്ടം പോലെ തൈകളുണ്ട്. ഇതൊരു തൈയാണ്, ഇത് പല വലിപ്പത്തിലുള്ള തൈകളാണ്. ഇതിനകത്ത് പൂ പിടിച്ചു കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് നമ്മൾ മുളയൊക്കെ പൂക്കത്തില്ലേ, അതിൻ്റെ അവസാന സമയത്തായിരിക്കും മുളയൊക്കെ പൂവിടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചെടിയും. പൂത്ത് കഴിഞ്ഞാൽ പതുക്കെ ഈ ചെടി അങ്ങ് നശിച്ചു പോകും. പക്ഷേ അപ്പോഴൊക്കെ നിറയെ തൈകളായിരിക്കും, നമ്മുടെ ചെടിച്ചട്ടി നിറയെ തൈകളായിരിക്കും. ഇത് വളർത്താനും ഒരുപാടില്ല. ഈ കിക്കീസ് ഇത് മുറിച്ചാൽ, ഈ തണ്ട് മുറിച്ച് നട്ടാലും നമുക്ക് വേര് വരും. ഈ കുഞ്ഞു തൈകളിലെല്ലാം നിറയെ വേരുകളുണ്ട്. അതെല്ലാം കുഞ്ഞു വേരുകളുള്ള ചെടിയാണ്. അതങ്ങ് നിറച്ച് വേര് പിടിച്ചങ്ങ് വളർന്നോളും. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് ആയിരിക്കണം. ഇത് താഴേന്ന് ഇങ്ങനെ ലീഫുള്ള ഒരു സ്റ്റെം ആയതുകൊണ്ട് ചിലപ്പോൾ അത് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് വെള്ളം കൂടിയാൽ. അതുകൊണ്ട് അത് മാത്രമൊന്ന് ശ്രദ്ധിക്കണം. വലുതായിട്ടൊന്നും വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നടുന്ന സമയത്ത് ഇത്തിരി ചാണകപ്പൊടി ചേർത്ത് ഒരു ഗാർഡൻ സോയിലിൽ നട്ടാൽ മതി. ഇത് നല്ലതുപോലെ പൂത്തോളും, നല്ലതുപോലെ വളർന്നോളും. പക്ഷേ ഇവിടെ നല്ല